അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈദ് മുബാറക്. ആദ്യമേ നമ്മൾ അടുത്ത് ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് പോത്തിന്റെ കരള് റോസ്റ്റ് ചെയ്യാൻ പോവാന്ന്. അപ്പൊ അതിനായി ആവശ്യമുള്ള സാധനങ്ങൾ നമ്മൾ റെഡിയാക്കട്ടെ. ആദ്യമേ സവാളയൊക്കെ ചെറിയാണ്ട് അതെല്ലാം അരിഞ്ഞിട്ട് ബാക്കി വീഡിയോ നിങ്ങളെ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ നമ്മൾ അതിന് ആവശ്യമുള്ള കുറച്ച് സവാള അരിഞ്ഞു വന്നു. ഇതിനായി ആവശ്യമുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി, സവാള, കുറച്ച് കൊച്ചുള്ളി ഇട്ടിട്ടുണ്ട്. എല്ലാം കൂടെ നമുക്ക് ഒന്ന് വാട്ടിയെടുക്കണം. നമ്മൾ അത് ഉള്ളി വാട്ടാൻ വേണ്ടിയുള്ള അടുപ്പ് കത്തിക്കാം. പാത്രം വെച്ച് പാത്രം ഒന്ന് ചൂടായതിനു ശേഷം നമുക്ക് എണ്ണ ഒഴിക്കാം. പാത്രം ചൂടായി നമുക്ക് അതിനുള്ള വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിക്കുന്നത്. നമ്മൾ അതിനായി ആവശ്യമുള്ള അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളിയും പച്ചമുളകും, ഇഞ്ചി, വെളുത്തുള്ളി ഇതെല്ലാം കൂടെ ഇടുക. നമ്മൾ ഇപ്പം കുറച്ച് 10 മിനിറ്റ് ഇരുന്നിരുന്ന് സവാള ഒന്ന് വാടിയിട്ട് നമുക്ക് അതിൻ്റെ മസാലയൊക്കെ ഇട്ട് ക്ലിയർ ചെയ്യുക. ഇപ്പൊ നമുക്ക് ഉപ്പിട്ട് കൊടുക്കുക. ഇച്ചിരി നമുക്ക് ഈ കറിവേപ്പില, ഇതിനാവശ്യമായ കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇവിടെ വാടാണ്ട്, വാടിയതിനു ശേഷം മസാല ഇടാം. മഞ്ഞപ്പൊടി, ആവശ്യമുള്ള മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കുക. മല്ലിപ്പൊടി ഒരു 2 സ്പൂൺ മല്ലിപ്പൊടി ഇടാം നമുക്ക്. മുളക് പൊടി കാശ്മീർ ചില്ലിയാണ്, ഒരു 3 സ്പൂൺ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഇതിന് ബീഫ് മസാല തന്നെ പൊടിച്ച്, നമ്മൾ മസാല കൂട്ടെല്ലാം പൊടിച്ചതാണ് നമ്മൾ ഇതിന് ചേർക്കുന്നത്. ബീഫിൻ്റെ കരളിനല്ല ഇത് തന്നെ ഇടാം. നമുക്ക് ഇതിനകത്ത് മെയിനായിട്ട് ചേർക്കേണ്ടതെന്ന് വെച്ചാൽ കുരുമുളക് പൊടി. അതാണ് ഇതിൻ്റെ ടേസ്റ്റ് വരുത്തുന്നത്. എരിവുണ്ടെങ്കിൽ അതിൻ്റെ കൊണ്ട് ഇതെല്ലാം ഇട്ട് നമുക്ക് നല്ല ഒന്ന് മിക്സ് ചെയ്ത് എന്നിട്ട് വേണം കടലെടുത്തിട്ട് കൊടുക്കാം. നമ്മൾ മാറ്റി ചെയ്യുന്ന കരള്
ഇതിലിട്ട് കൊടുക്കാം. നമ്മൾ ആ കരള് തട്ടി കൊടുക്കുക. എല്ലാം മിക്സാക്കി നമുക്ക് ഒരു പൊടിക്ക് ഇത് വേവാൻ വേണ്ടിയുള്ള ഇച്ചിരി വെള്ളം ഒഴിച്ചു കൊടുക്കണം. ഒരു 10-15 മിനിറ്റത്തേക്ക് മൂടി വെച്ചേക്കാം, വേവട്ടെ. അപ്പോൾ നമുക്ക് ഇടം വേവായിട്ടുണ്ട്. ഇതിലൂടെ ഒന്ന് ഇതിൻ്റെ വെള്ളം ഒന്ന് പറ്റണം. അവിടെ പറ്റിക്കഴിഞ്ഞാൽ നമുക്ക് സാധനം റെഡിയായി. പിന്നെ എല്ലാവരും നമ്മളെ വീഡിയോ കണ്ടിട്ട് അങ്ങ് പോവാം. എല്ലാവരും ഒന്ന് ഷെയർ ചെയ്യൊക്കെ വേണം. എല്ലാവരും ഒന്ന് ഉത്സാഹിച്ചാലേ നമുക്ക് ഒരു ഉത്സാഹം വരും. എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് നമ്മൾ പുതിയ പുതിയ വീഡിയോകൾ വന്നുകൊണ്ടേയിരിക്കും. പെരുന്നാൾ സ്പെഷ്യലുകൾ ഒരുപാട് ഐറ്റങ്ങളുണ്ട് ഇനി വരാൻ കിടക്കുന്നതേ ഉള്ളൂ. അതുകൊണ്ട് എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക കാര്യമായിട്ട്. നമ്മളെ പോത്തിൻ്റെ കരള് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. അതുപോലെ നമുക്ക് ഇത് ഇനിയിപ്പോൾ എല്ലാവരും ഒന്ന് ഇതിനൊക്കെ ട്രൈ ചെയ്ത് നോക്കാം. സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്. ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വലിയ പെരുന്നാൾ ആശംസ.